ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഡിഷ് എന്താണെന്ന് അറിയണ്ടേ? അതിന് ഞാനൊരു ക്ലൂ തരാം. അതൊരു സ്പെഷ്യൽ ട്രിവാൻഡ്രം ഡിഷാണ്. നമുക്ക് എന്താണെന്ന് നോക്കാം. ഹായ് ഫ്രണ്ട്സ്, ഞാൻ മിനിയാണേ. പല്ലവി ഈറ്റ്സിലേക്ക് സ്വാഗതം. ഈ വീഡിയോ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി അതെന്താണെന്ന്? ഇല്ലെങ്കിൽ പറയാം. ട്രിവാൻഡ്രംകാരുടെ സ്പെഷ്യൽ ഐറ്റമാണ് മത്തൻ അവിയൽ. നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്ന് നോക്കാമോ? മത്തൻ കുറച്ച് വലിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തത്, ഇത് ഏതാണ്ട് ഒരു 1/2 കിലോയോളം വരും. അടുത്ത് വേണ്ടത് തേങ്ങയാണേ. ഞാൻ 1 കപ്പ് എടുത്തിട്ടുണ്ട്. അടുത്ത് 5 പച്ചമുളക് 2ആയിട്ട് കീറി വെച്ചിട്ടുണ്ട്. അടുത്ത് മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, അതുപോലെ മുളക് പൊടി 1/2 ടീസ്പൂൺ, ജീരകം 1 ടീസ്പൂൺ, കറി ലീവ്സ്, അടുത്ത് 1 അല്ലി വെളുത്തുള്ളി, ആവശ്യത്തിന് വെളിച്ചെണ്ണ, അതുപോലെ ആവശ്യത്തിന് ഉപ്പ്. ഇത്രയുമാണ് നമുക്ക് വേണ്ട സാധനങ്ങൾ. അപ്പം നമുക്ക് അവിയൽ ഉണ്ടാക്കാൻ തുടങ്ങാം. ആദ്യം ഒരു കാര്യം ചെയ്യാം. പാത്രം അടുപ്പത്ത് വെച്ച് ഗ്യാസ് ഓണാക്കാം. ഞാനിവിടെ മൺചട്ടിയാണ് ഉപയോഗിക്കുന്നത്. അതിലേക്ക് നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന മത്തൻ്റെ കഷ്ണങ്ങളും ഇട്ട് ആവശ്യത്തിന് ഉപ്പും ഇട്ട് 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് വേവിക്കാൻ വയ്ക്കാം. ഈ ഉപ്പ് നേരത്തെ ഇടുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചല്ലോ അല്ലേ? ഈ ഉപ്പ് നേരത്തെ ഇടാൻ കാരണം ഈ മത്തൻ്റെ വേഗ് കൺട്രോൾ ആവാനാണ്. അപ്പം ഉപ്പ് നേരത്തെ ഇട്ടാൽ മത്തൻ അധികം ഇങ്ങനെ വെന്ത് കുഴഞ്ഞു പോവില്ല. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ നേരത്തെ മത്തനിൽ ഉപ്പിട്ടത്. എന്നിട്ട് നന്നായിട്ട് ഇളക്കി ഇത് നമുക്ക് അടച്ച് വേവിക്കാം. ഈ വേകുന്ന സമയത്ത് നമുക്കിതിൻ്റെ കൂട്ട് റെഡിയാക്കാം. തേങ്ങയോടൊപ്പം 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 സ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ ജീരകം, 1 വെളുത്തുള്ളി അല്ലി, കറി ലീവ്സ്, ഇതെല്ലാം ഇട്ട് നമുക്ക് ചതച്ചെടുക്കാം. മത്തൻ പകുതി വേഗാവുമ്പോഴത്തേക്കും നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ആ പച്ചമുളക് അതിൻ്റെ പുറത്തിട്ട് ഒന്ന് ഇളക്കണം. അത് കഴിഞ്ഞ് നമ്മൾ ചതച്ച് വെച്ചില്ലേ അതിൻ്റെ കൂട്ട് അതിൻ്റെ പുറത്തിട്ട് നമ്മൾ തിരുവനന്തപുരം ഭാഷയിൽ പറഞ്ഞാൽ പൊത്തി വെക്കുക എന്ന് പറയും. അതിനെ മത്തൻ മൊത്തം അങ്ങ് കവർ ചെയ്ത് വെച്ച് നന്നായിട്ടൊന്ന് കവർ ചെയ്ത് വെച്ചിട്ട് അടച്ചു വേവിക്കണം. ഉച്ച സമയത്തൊക്കെ വീട്ടിൽ പെട്ടെന്ന് ഗസ്റ്റ് വന്നാൽ ഞാൻ ഫസ്റ്റ് പ്രിഫർ ചെയ്യുന്ന മത്തൻ ഉണ്ടെങ്കിൽ ഫസ്റ്റ് പ്രിഫർ ചെയ്യുന്ന ഡിഷുകളിൽ ഒന്ന് ഇതായിരിക്കും. കാര്യം ഉച്ച ഊണിന് കൊടുക്കാനും നല്ലൊരു ഡിഷാണ്. അതുപോലെ ട്രിവാൻഡ്രംകാരുടെ സ്പെഷ്യൽ ഡിഷുമാണ്. നല്ല ടേസ്റ്റിയും ആയിട്ടുള്ള ഒന്നാണ്. അപ്പം ഞാൻ ആദ്യം ഇത് തന്നെയായിരിക്കും പ്രിഫർ ചെയ്യുന്നത്. ഉപ്പൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. ഉപ്പ് കുറവാണ്, അതുകൊണ്ട് ഞാൻ കുറച്ചുകൂടെ ഉപ്പ് ഇടുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി നമുക്ക് വേവിക്കാം. ഇളക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം. ഇത് മത്തനാണ്, പെട്ടെന്ന് ഉടഞ്ഞു പോകും. അതുകൊണ്ട് ശ്രദ്ധിച്ച് ഇളക്കണം. നമ്മുടെ മത്തൻ അവിയലായി കഴിഞ്ഞു. നന്നായിട്ട് ഡ്രൈ ആയി. മത്തൻ്റെ കഷ്ണങ്ങളൊന്നും ഉടഞ്ഞിട്ടുമില്ല. നന്നായിട്ട് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഈ മത്തൻ്റെ മണവും അതുപോലെ തേങ്ങയുടെയും പച്ചമുളകിൻ്റെയും എല്ലാത്തിൻ്റെയും കൂടെ ഒരു കൊതിയൂറുന്ന മണമാണ് ഇതിന് ഉള്ളത്. അവസാനം നമുക്ക് 2 സ്പൂൺ വെളിച്ചെണ്ണയും കുറച്ച് കറി ലീവ്സും ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്കിനി ഇത് ചോറിനോടൊപ്പം നല്ലൊരു ഡിഷായി ഉപയോഗിക്കാം. ഇത് കണ്ടോ, നമുക്ക് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഡിഷല്ലേ ഇത്. നന്നായിട്ട് ഉണ്ടാക്കാനും പറ്റും. നല്ല ടേസ്റ്റുമാണ് സാധനം. നിങ്ങളൊന്ന് ഈ ട്രിവാൻഡ്രം മത്തൻ അവിയലൊന്ന് തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്യണം. നിങ്ങൾക്ക് വളരെയധികം അത് ഇഷ്ടപ്പെടുകയും ചെയ്യും. അതുപോലെ നിങ്ങൾ ഇത് ഉണ്ടാക്കി കഴിഞ്ഞ് ഇത് കഴിച്ചു കഴിഞ്ഞ് അതിൻ്റെ കമൻസ് എന്താണെന്ന് വെച്ചാൽ തീർച്ചയായിട്ടും എന്നെ അറിയിക്കണം. അതുപോലൊരു പ്രധാന കാര്യം, നിങ്ങൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും വേണം. ഈ വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഫ്രണ്ട്സിനും അതുപോലെ റിലേറ്റീവ്സിനും ഒന്ന് ഷെയർ ചെയ്തേക്കണേ. താങ്ക് യു.